എന്ത് പ്രതിഭാഗം എന്തു കരുതണം? എവിടെയാണ് പാളിച്ച പറ്റിയത്? രഞ്ജിത്ത്, ഇത് ഏതെങ്കിലും ഒരു കേസിന്റെ വിധി എന്ന തരത്തിലേക്ക് മാത്രം ഇത് ഒതുക്കപ്പെടില്ല എന്നതാണ് വണ്ടിപ്പെരിയാർ കേസിലെ ഈ പോക്സോ കേസിന്റെ വിധിയുടെ പ്രാധാന്യം. കാരണം സംസ്ഥാനത്ത് തുടർച്ചയായി പോക്സോ കേസുകളിൽ പ്രോസിക്യൂഷന് തിരിച്ചടി നേരിടുന്നു. അത് നേരത്തെയും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ സംവിധാനം, നിയമ സംവിധാനം, പ്രോസിക്യൂഷൻ സംവിധാനങ്ങൾക്ക് പറ്റുന്ന പിഴവ് മുമ്പും ചർച്ചയായിട്ടുള്ളതാണ്. അവിടെയാണ് വീണ്ടും ഈ വണ്ടിപ്പെരിയാറിലെ ഈ കേസ് കൂടി ചർച്ചയാവുന്നത് എന്നതാണ്. നമുക്കറിയാം, 2021 നടന്ന ഈ കേസിൽ ഏറെ മാധ്യമ ശ്രദ്ധ നേടിയതാണ്, രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിയതാണ്, വലിയ ചർച്ചകൾ നടന്നതാണ്. ഇതിനൊടുവിലാണ് കോടതിയിലേക്ക് ഈ കേസ് വരികയും പ്രോസിക്യൂഷൻ പഴുതടച്ച സംവിധാനങ്ങൾ ഒരുക്കിയാണ് ഇത് കുറ്റപത്രം സമർപ്പിച്ചത് എന്നതൊക്കെ അന്ന് കരുതിയിരുന്നത്. പക്ഷേ കോടതിയിൽ ഇതൊന്നും സ്ഥാപിച്ചെടുക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ രക്ഷപ്പെടുന്നത് ഒരു പ്രതിയാണ്. ആ കുടുംബത്തിന്റെ വേദന നമ്മൾ കണ്ടതാണ്. അച്ഛനും അമ്മയും ആ മുത്തശ്ശിയും അടക്കം കരഞ്ഞ് നിലവിളിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അവർക്ക് പ്രോസിക്യൂഷനിൽ വിശ്വാസം നഷ്ടപ്പെടുന്നു. ഈ കേസിന്റെ തുടർ ഭാവി ഇനി എന്താകുമെന്ന ചോദ്യം, ആശങ്കയും പ്രതീക്ഷ നഷ്ടപ്പെട്ട് അവരവിടെ ഇരിക്കുകയാണ്. കോടതി വളപ്പിൽ കുത്തിയിരുന്നുകൊണ്ട് ആ പ്രതിക്ക് ശിക്ഷ കിട്ടുന്നവരെ തങ്ങൾ കുത്തിയിരിക്കും എന്ന പ്രഖ്യാപനമൊക്കെ നടത്തിയാണ് അവർ വൈകാരികമായി ഇതിനെ നേരിടുന്നത്. ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഈ പ്രതിക്ക് ഭരണകക്ഷിയുമായുള്ള ചില ബന്ധങ്ങളാണ്, നേരത്തെ തന്നെ ഉയർന്ന ആരോപണങ്ങളാണ്. സ്വാഭാവികമായും ഈ കേസിൽ പ്രതി രക്ഷപ്പെടുമ്പോൾ അതൊന്നുകൂടി ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എവിടെയാണ് പ്രോസിക്യൂഷന് പിഴച്ചതെന്ന ചോദ്യമുണ്ടാകും. നമുക്കറിയാം, വാളയാർ കേസുകളിലടക്കം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഈ പോക്സോ കേസുകളിൽ വേണ്ടത്ര ഗൗരവം കാട്ടാതിരിക്കുന്ന രീതികൾ. അത് മുമ്പ് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പരിഗണന, അത്തരം പട്ടികയിലേക്ക് ഒരു കേസ് കൂടി ചേർക്കപ്പെടുന്നു എന്നതാണ് ഇപ്പോൾ ഈ വണ്ടിപ്പെരിയാർ കേസിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്കിടവയ്ക്കുന്ന നീക്കമായി ഇത് മാറും. കാരണം ഈ കേസിന് അത്രയധികം പ്രാധാന്യം കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ തുടർ കാര്യങ്ങളിലും വളരെ അധികം നീക്കമുണ്ടാകും. നമുക്ക് ഈ കേസിന്റെ ഒരു ബാക്ക് ഫയൽ പരിശോധിക്കുമ്പോൾ, കഴിഞ്ഞ കാലങ്ങൾ പരിശോധിക്കുമ്പോൾ 2021 ജൂൺ 30 വണ്ടിപ്പെരിയാർ ചൂരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തുന്നത്. കെട്ടിത്തൂക്കിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടത്. കഴുത്തിൽ ഷാൾ കുരുങ്ങി മരിച്ചു എന്നതായിരുന്നു ആദ്യത്തെ നിഗമനം. പക്ഷേ പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുട്ടി പീഡനത്തിന് ഇരയായിരുന്നു എന്ന കാര്യം കണ്ടെത്തുന്നത്. ഇതേ തുടർന്നാണ് അന്വേഷണം പിന്നീട് നടക്കുകയും ഒടുവിൽ ഈ പ്രതിയായിരുന്ന അർജുനാണ് കുറ്റകൃത്യം ചെയ്തത് എന്ന പോലീസിന്റെ കണ്ടെത്തൽ ഉണ്ടാകുന്നത്. പിന്നീട് പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് അടക്കമുള്ള മറ്റു നടപടിക്രമങ്ങളും എല്ലാം നടത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 2021 സെപ്റ്റംബർ 21 കുറ്റപത്രം സമർപ്പിച്ചത്. കൊലപാതകം, ബലാത്സംഗം, പോക്സോ നിയമത്തിലെ മറ്റു വകുപ്പുകൾ എന്നിവയൊക്കെ ചുമത്തിയിരുന്നു. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കേസിന്റെ വിചാരണ കട്ടപ്പനയിലെ അതിവേഗ കോടതിയിൽ തുടങ്ങി. ശ്രീമതി പി ഉഷ ടെലിഫോൺ ലൈനിലൂടെ. ശ്രീമതി പി ഉഷ, പ്രതി എന്ന ഒരാളുണ്ട്. അത് അർജുനാണെന്ന് കോടതി പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരാളുണ്ട്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ആ കുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. പക്ഷേ അത് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആവുന്നില്ല. ഈ പോക്സോ കേസുകളുടെ പലവിധ കേസുകളിൽ നമ്മൾ ആ തരത്തിൽ കണ്ടതാണ്. പലതരത്തിലും പരാജയപ്പെടുന്ന പ്രോസിക്യൂഷന്റെ അവസ്ഥ അത് തന്നെ ഇവിടെ ആവർത്തിക്കുകയായിരുന്നോ? അതോ ഈ പുനരന്വേഷണത്തിൽ കൂടി മാത്രമേ ഇതിന്റെ യഥാർത്ഥ ചിത്രം പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ? രണ്ട് തരത്തില് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഒന്ന്, കേസ് അന്വേഷണത്തിൽ നേരത്തെ പറഞ്ഞു കേട്ടിരുന്നു ഈ കേസ് അന്വേഷണത്തിൽ പോലീസിന്റെ ശരിയല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. മറ്റൊന്ന്, ഈ ലഭ്യമായ തെളിവുകൾ വെച്ച് പ്രോസിക്യൂഷൻ എന്താണ് പ്രതിയെ തിരിച്ചറിയുകയും അതുപോലെ ശിക്ഷ നൽകുകയും ചെയ്യാൻ കഴിയാത്തത്. തരത്തിലും അത് നമ്മൾ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. മാഡം, താങ്കളുടെ ഫോൺ കൃത്യമല്ല, ക്ലിയർ അല്ല. സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ ആർ നീലകണ്ഠൻ കൂടി ടെലിഫോൺ ലൈനുണ്ട്. ആർ നീലകണ്ഠൻ, ഈ വിധി നമ്മളെയൊക്കെ അല്പം ഒന്ന് ആശ്ചര്യപ്പെടുത്തുന്നതാണ്, ആശങ്കപ്പെടുത്തുന്നതാണ്.